നമസ്കാരം. നമസ്കാരം. എങ്ങനെ തോറ്റു എന്നുള്ളതിന് CPM അതിവിശാലമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അവർക്ക് കിട്ടിയൊരു വിവരം എന്ന് പറഞ്ഞാൽ അവർ തോൽക്കാനുള്ള കാരണം ഒന്ന് അവർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചുകൊണ്ട് തോറ്റു എന്നുള്ള സാധനം അവർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം മലപ്പുറം പരാമർശം വലിയ തരത്തിലുള്ള തിരിച്ചടിയായി എന്നുള്ളൊരു സാധനം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം അയ്യപ്പ സംഗമം അത് നടത്തേണ്ടത് പാർട്ടിയോ ഗവൺമെൻറ്റോ ആയിരുന്നില്ല എന്നുള്ളൊരു വലിയ കണ്ടുപിടുത്തം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മറുവശത്ത് ഒരു വ്യക്തിയല്ല പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതിന് പറയുന്നൊരു കാരണം ഓരോ 5 വർഷം കൂടുമ്പോഴും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാറുണ്ട്. അത് എല്ലാ സംസ്ഥാനത്തും സ്വാഭാവികമാണ്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടന്നുകൊണ്ട് ആ ഒരു ടെൻഡൻസി കുറച്ച് കൂടുതൽ വന്നു. അതുകൊണ്ടൊക്കെയാണ് ഇത്ര വലിയ തോൽവി ഉണ്ടായത് എന്നുള്ളത് മറ്റൊരു കണ്ടുപിടുത്തമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും CPM പരാമർശിക്കാത്തൊരു കാര്യം ഇത് ഒരു വ്യക്തിയുടെ എന്താ പറയുക MV ഗോവിന്ദൻ്റെയോ പിണറായി വിജയൻ്റെയോ പെരുമാറ്റം കൊണ്ടല്ല ഈ തോൽവി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു വിശകലനത്തിലേക്കൊക്കെയാണ് ഇന്നലെ അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ കാണുന്നത്? ഭരണവിരുദ്ധ വികാരം എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് താങ്കൾ പറഞ്ഞതുപോലെ അല്ലെ CPM വിലയിരുത്തിയതുപോലെ കുറേ നാൾ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്ന് കഴിയുമ്പോൾ ജനങ്ങൾ മടുക്കും. മടുപ്പെന്ന് പറയും. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ മടുപ്പ്. പക്ഷെ ഇവിടെ എൻ്റെ മനസ്സിലുള്ള മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ധാരണ, ഞാനേത് പാർട്ടിക്കാരനായിക്കോട്ടെ, നല്ലതായിട്ടൊന്നും കാണുന്നില്ല, നല്ലൊരു കമൻറ്റും വരുന്നില്ല. നമ്മുടെ മുമ്പിൽ കൂടെ ഒരു രാജാധികാരിയുടെ കൂട്ട്, രാജാവിൻ്റെ കൂട്ട്, ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ കൂട്ട് എന്തിനേയും വെല്ലുവിളിച്ചുകൊണ്ട് ആരുണ്ട് എന്നോട് ചോദിക്കാൻ എന്നുള്ള വെല്ലുവിളിയുമായി ജനങ്ങളുടെ മുമ്പിൽ നടക്കുകയാണ്. ജനങ്ങളിങ്ങനെ ഒത്തിരി പേരെ കണ്ടതാണ്. CPMനോട് അനുഭവമുള്ളവർ ധാരാളം പേരുണ്ട്. അവരെല്ലാം ഇത്തരം ഒത്തിരി പേരെ കണ്ട് അടി മേടിച്ചവരും തല്ലി മേടിച്ചവരും പോലീസിൻ്റെ അഹങ്കാരം കണ്ടവരൊക്കെയാണ്. അവർക്ക് ഈ ശൈലി ഉപയോഗിക്കത്തില്ല. ഇതിൻ്റെ കാരണം CPM ഇപ്പോഴും പറയാത്തൊരു കാര്യം, ഇന്നലെ വരെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് വരെ ഇവർക്ക് പറയാമായിരുന്നു ഒരു 25 സീറ്റ്, ഞങ്ങൾ 50,000 വോട്ട് കൂടി ജയിക്കുന്ന 25 സീറ്റുകളുണ്ട്, ഈ സീറ്റുകളെ മുഴുവൻ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ്സുകാർ വരെ സമ്മതിച്ചു. ഇപ്പം മറ്റേ കൂത്തുപറമ്പിലും ധർമ്മടത്തുമൊക്കെ കോൺഗ്രസ് അങ്ങനെ തന്നെ ആ ആറ്റിറ്റ്യൂഡിലാണ് പ്രവർത്തിച്ച്, ഇതൊക്കെ എന്നാണല്ലോ അവരെ ജയിക്കുള്ളൂ, പിന്നെ കൂടുതൽ നമ്മൾ മെനക്കെടണ്ട, മറ്റ് സീറ്റുകൾ ശ്രദ്ധിക്കാമെന്നൊരു ആറ്റിറ്റ്യൂഡ് അവരെടുത്തു. പക്ഷെ ഫലത്തിൽ ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വെച്ചൊരു വലിയ സത്യം, 140 സീറ്റിലും വേണമെങ്കിൽ CPM തോക്കാം, ആർക്ക് വേണമെങ്കിലും ജയിക്കാം. ജയിക്കാം. എൻ്റെ അർത്ഥം 140 സീറ്റ് കോൺഗ്രസ് ജയിക്കും നമുക്ക് പറയത്തില്ല. പക്ഷെ 140 സീറ്റും CPM വേണമെന്ന് വേണമെങ്കിൽ തോക്കാം എന്ന അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വഴിയാണ്. അത് CPMന് ഇന്ന് ഭാവിയിലും അപകടം ചെയ്യും. ഏത് സീറ്റ് അവർക്ക് ഷുവർ പറയാനുള്ളത്? പണ്ട് പറയായിരുന്നു ഞങ്ങൾക്ക് ഇത്ര സീറ്റ് ഷുവറുണ്ട്, നിരീക്ഷകർ പറയും. CPM ഒരു 25-30 സീറ്റിലാണ് തുടങ്ങുന്നത്. മത്സരം തുടങ്ങുന്നത് തന്നെ 30 സീറ്റ് ജയിച്ചിട്ടാണ് തുടങ്ങുന്നത്. ആ രീതിയിൽ വർത്തമാനം പറയുന്ന നിരീക്ഷകരും ഇവരുടെ വാക്ക് കേട്ട് വിശ്വസിച്ച പാർട്ടിയും അവിടെ തെറ്റുപറ്റി. അത്ര ഇപ്പോൾ തളിപ്പറമ്പിലൊന്നും ശ്യാമളയെല്ലാം ആരെ നിർത്തിയാലും ഇപ്പം എന്താ പറയുന്നത്, ശ്യാമളയ്ക്ക് പേര് നിർത്താൻ ഭൂലാൻ ദേവിയെ കൊണ്ട് നിർത്തിയാലും ജയിക്കും എന്നുള്ള അഹങ്കാരം, ആ അഹങ്കാരത്തിൻ്റെ സൃഷ്ടിയായിരുന്നു ശ്യാമള അവിടെ നിർത്താൻ തയ്യാറാകുന്നത്. ആന്തൂർ സാജൻ്റെ മരണം മാത്രം ആലോചിച്ചാൽ പോരെ. ഇതൊക്കെ ജനങ്ങൾ അപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമുണ്ട്. ഈ ചില കൊച്ചു പിള്ളേർ, 10-12 വയസ്സുള്ള പിള്ളേർ, നമുക്ക് ദേഷ്യം വന്നവരെ അവരെ ഓടിക്കുകയാണെങ്കിൽ ഒരു കുറേ ദൂരെ ചെന്നിട്ട് കല്ല് പിറക്കരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് ഇവരെ എതിർക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. കാരണം അവിടെയെല്ലാം പാർട്ടി അണികൾക്കെതിരായും രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ പോലീസിനെ കൊണ്ട് തല്ലി കാണിച്ചെന്തിനാണെന്നറിയോ, ആർക്കിട്ടും വേടി കിട്ടാം. 3 പേരോ 4 പേരോ ആയപ്പോലും ഒരു പ്രതിഷേധം നടത്തിയില്ലെങ്കിൽ പോലും പോലീസ് ഞങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് അടി തരും. ഇത് TP ചന്ദ്രശേഖരനിൽ കൂടെ ഒന്ന് കാണിച്ചു തന്നു, വേണമെങ്കിൽ കൊല്ലാം. എത്ര പ്രധാനപ്പെട്ട നേതാവാണെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ കൊല്ലുന്നതിനൊരു മടിയില്ല, പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിലേക്ക് പ്രവർത്തന രംഗം മാറി. രാഷ്ട്രീയ പ്രവർത്തനത്തെ തന്നെ അതിൻ്റെ ദിശ മാറ്റി. രാഷ്ട്രീയ പ്രവർത്തനം ഇല്ല. യൂത്ത് കോൺഗ്രസ്സുകാരനെ കേസുകാരനെ തല്ലുക എന്നുള്ള പോലീസിൻ്റെ ജോലി, അതിനെ സഹായിക്കുക എന്നുള്ള DYFIയുടെ ജോലി. സ്ത്രീകൾ ആരെങ്കിലും ഈ രംഗത്തേക്ക് വന്നാൽ, ശ്രീനാദേവി കുഞ്ഞമ്മ അതുപോലെ ആരും ഐഷാപ്പറ്റി വന്നു കഴിഞ്ഞാൽ അവർക്കെതിരായി ഇല്ലാത്ത അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുക. ആ രീതിയിലേക്ക് പാർട്ടി പ്രവർത്തനം മാറി. ആരാ പിന്നെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ലാതെ പോയി. പാർട്ടിക്ക് മര്യാദയുള്ള നാവ്, യുക്തിപരമായി സംസാരിക്കുന്ന നാവ്, വസ്തുതകളെ ആശ്രയിച്ച് സംസാരിക്കുന്ന നാവ് ഇല്ലാതെ പോയി. വളരെ സ്വരാജ വാക്ക് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മരുമകനായിട്ട് വരും. അഹങ്കാരം മാത്രം, അഹങ്കാരമാണ്. തൃപ്പൂണിത്തുറ തോറ്റില്ലേ? തൃപ്പൂണിത്തുറ ജയിച്ചപ്പോൾ വിചാരിച്ചു ഞാനെന്തോ വലിയ കാര്യം നേടുന്ന വിചാരിച്ചു. അത് ഇതുപോലത്തെ ഒരു എതിർ വികാരത്തിൻ്റെ പേരിലാണ് ജയിക്കുന്നത്. സ്വരാജിനെ മുടുക്കൊണ്ട് ജയിച്ചാന്ന് പേരെല്ലാം പാട്ട് നിലമ്പോലും മത്സരിക്കാൻ ചെന്നാൽ ഇവിടുത്തെ KR മീര ഉൾപ്പെടെയുള്ള ബുദ്ധിജീവികളെല്ലാം അങ്ങോട്ട് ചെയ്യുന്നു.
സ്വരാജ് ജയിപ്പിക്കണം, അല്ലെ നിങ്ങൾക്ക് വലിയ നഷ്ടം വരാൻ പോകാന്ന് പറഞ്ഞു. എന്ത് പറ്റി? നിലമ്പൂർ ഇലക്ഷനിൽ സ്വന്തം നാട്ടിൽ അതൊക്കെയാണ് പഠിക്കേണ്ടത്. പിന്നെ CPM പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ ആ പയ്യന് സിദ്ധാർത്ഥൻ മരിച്ചെങ്ങനെ, അതിനെക്കുറിച്ച് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തു. അതുണ്ടാക്കിയ ജനങ്ങളിലുണ്ടാക്കിയ വികാരം, മധുവിൻ്റെ ഭരണം ഉണ്ടാക്കിയ വികാരം, ആന്തൂർ സാദിൻ്റെ ഭരണം ഉണ്ടാക്കിയ വികാരം, നവീൻ ബാബുവിൻ്റെ ഭരണം ഉണ്ടാക്കിയ വികാരം, ഇതിലെല്ലാം ഒരു വശത്ത് CPM ഉണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു പോയി. സത്യമാണ്. പിന്നെയാണ് ശബരിമല കൊള്ള. ശബരിമല കൊള്ള വരുമ്പോൾ തന്നെ അതിൻ്റെ അന്വേഷണം കാര്യമായിട്ട് നടക്കാത്ത രീതിയിൽ, അല്ലെ അവരെ പത്മകുമാറിനെയും മറ്റേ അങ്ങേരുടെ പേര് മറന്നുപോയല്ലോ, തിരുവനന്തപുരത്തുണ്ടായിരുന്ന ശിവൻകുട്ടിയല്ല, വേറെ നേതാവുണ്ടായിരുന്നല്ലോ, ഇതുവരെ നടപടി എടുക്കാത്ത ഒരാളുണ്ടല്ലോ, കടകംപള്ളി സുരേന്ദ്രൻ. ആ കടകംപള്ളിയൊക്കെ വെറുതെ വിട്ടിട്ട് ഇവർ ശബരിമല നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ആത്മാർത്ഥമായി നടത്തണ്ടേ? അത് സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന കണ്ടു എന്നാണോ പറയുന്നത്? അതാണോ അതിൻ്റെ പ്രതിരോധം? അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യണം. സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെങ്കിൽ സോണിയാഗാന്ധി വരെ അറസ്റ്റ് ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുന്നൊരു പിണറായി വിജയനെ നമ്മൾ പ്രതീക്ഷിച്ചത്. അതിന് ചെയ്യില്ല, അങ്ങോട്ട് പോകാൻ തയ്യാറില്ല. തെളിവുണ്ടെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യണം. അല്ല, അന്വേഷിക്കാനുള്ള മുഴുവൻ ഉപകരണ ഇവരുടെ കയ്യിലില്ലേ? അന്വേഷിക്കാനുള്ള മുഴുവൻ ഉപകരണ ഇവരുടെ കയ്യിലില്ലേ? എന്ത് നടത്താത്തെ? അതിന് പകരം മറ്റേ യദുവിൻ്റെ പേര് എത്ര പെട്ടെന്ന് നടപടിയെടുത്തു. ഓർത്ത് നോക്കാം. പാവം പിടിച്ചൊരു ഡ്രൈവർ, ജീവിക്കാൻ വേണ്ടി മാത്രം ടെമ്പററി വർക്കിന് വരുന്ന ഡ്രൈവർ, അയക്കട്ട് പേരിൽ രാജേന്ദ്രൻ്റെ വണ്ടിയുടെ മുമ്പിൽ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ ഇഷ്യൂ ആക്കുകയാണ്. അതാണോ വലിയ ഇഷ്യൂ? അതാണ് വലിയ ഇഷ്യൂ. ഒരു സീറ്റ് അവിടെ പോയി കിട്ടിയ ഒറ്റയടിക്കുക. കുറെ സീറ്റുകൾ മാത്രം എടുത്താൽ മതി. എങ്ങനെ പോയി സീറ്റുകൾ? ശിവൻകുട്ടിനെ പറഞ്ഞിട്ടുണ്ട് ആര്യ രാജേന്ദ്രന്റെ കാറി കയറ്റിയത് വലിയ തരത്തിൽ തിരിച്ചടിയായി. ശിവൻകുട്ടി നിയമസഭ അടിച്ചു കൊടുത്ത് അങ്ങോട്ട് വന്നിരിക്കുന്നേ. രണ്ടുപേർക്കും അങ്ങോട്ടും പറയാൻ യോഗ്യത എല്ലാം നടത്തും. രണ്ടുപേർക്കും പറയാൻ യോഗ്യതയില്ല. അത് കണ്ട ശിവൻകുട്ടിയുടെ ഒക്കെ ഹീറോയിസം കണ്ടാണ് ആര് വരുന്നത്? ആര്യ വരുന്നത്. ശിവൻകുട്ടി നിയമസഭ അടിച്ചു നോക്കും, KSRTC ബസ് അടിച്ചു പൊട്ടിക്കാൻ ഉള്ളു നോക്കും. ശിവൻകുട്ടി ഹീറോ അല്ലേ? ശിവൻകുട്ടി അണ്ണൻ. നേതാവ് നിയമസഭ അടിച്ചു വിളിക്കുമ്പോൾ അടിച്ചു വിളിക്കണം. ആ രീതിയിലാണ് ഇവർ രാഷ്ട്രീയ പ്രവർത്തനത്തെ കണ്ടത്. പിന്നെ തെറ്റ് തിരുത്തണമെങ്കിൽ സ്വതന്ത്രമായ ചർച്ച വേണമെന്നൊക്കെ ഇവർ പറയും. സ്വതന്ത്രമായ ചർച്ച നടക്കുമോ പാർട്ടിക്കകത്ത്? നടത്താൻ ഇപ്പം ആരൊക്കെയാണ് ബ്രാഞ്ച് സെക്രട്ടറിമാർ, ആരൊക്കെയാണ് ഏരിയ സെക്രട്ടറിമാർ, എങ്ങനെയുള്ളവരാണ് ആ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്? ഒരുമാതിരി എല്ലാ സ്ഥലത്തും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട്, മണ്ണ് നികത്തലുമായിട്ട്, ഭൂമി നികത്തലുമായിട്ട്, പാറ കോറി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടി ഘടകങ്ങൾ ഒത്തിരിയുണ്ട്. ഇവർ സംസാരിക്കുമോ? ഇതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് പാറ പൊട്ടിച്ചുകൊണ്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുക ജനം. പാർട്ടി നേതാക്കന്മാരുടെ തണലിൽ മണ്ണ് മാറ്റുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഒന്നുമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ വരുന്നത്. അതുമാത്രമല്ല, ഇപ്രാവശ്യത്തെ CPM ഒരു മാറ്റം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ, എല്ലാ കൊല്ലം പാർട്ടി തോറ്റതിൻ്റെ ഒരു സാധനം പെട്ടെന്ന് അവർ പ്രഖ്യാപിക്കും എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത്. കാരണം സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചർച്ച ചെയ്യുന്നു, വൈകുന്നേരം വാർത്താ സമ്മേളനം വിളിക്കുന്നു, എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ള സാധനം പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി താഴെ തട്ടിൽ നിന്ന് മുകളിലോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പം ആദ്യം ബ്രാഞ്ച് കമ്മിറ്റി വിളിക്കുന്നു, ഏരിയ കമ്മിറ്റി വിളിക്കുന്നു, ലോക്കൽ കമ്മിറ്റി വിളിക്കുന്നു, ജില്ലാ കമ്മിറ്റി വിളിക്കുന്നു, സംസ്ഥാന കമ്മിറ്റി വിളിക്കുന്നു, പോളിറ്റ് ബ്യൂറോ ഇരിക്കുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടിത്തട്ടില്ല. അതുകൊണ്ടാണ് പിണറായി വിജയനെ മാൻഡ്രേക്കെന്നും MV ഗോവിന്ദനെ എന്താ പറയുക ഭാഷാശുദ്ധി ശരിയല്ല എന്നുള്ളതും സ്വന്തം കുടുംബക്കാർ വരെ തിരിച്ച് അഗെയിൻസ്റ്റായിട്ട് MV ഗോവിന്ദനെ പറയുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നത്. അപ്പം ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് പാർട്ടിക്കുള്ളിൽ. ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസത്തിൽ പാർട്ടിയുടെ കമ്മിറ്റി അടക്കമുണ്ട്, സംസ്ഥാന കമ്മിറ്റി. എല്ലാ കൊല്ലം പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇരിക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരും മാത്രമേ ഇരിക്കുള്ളൂ. പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ഓഗസ്റ്റിൽ നടക്കാൻ പോകുന്ന ഒരു പാർട്ടി കമ്മിറ്റിയിൽ അവർ സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും മാത്രമാണ് ഇപ്രാവശ്യത്തെ സംസ്ഥാന കമ്മിറ്റി ഇരിക്കാൻ പോകുന്നത്. അപ്പം അടിത്തട്ടിൽ അണികളെ കേൾക്കാനുള്ളൊരു മനസ്സ് ചെറിയ രീതിയിലെങ്കിലും CPM ഇപ്രാവശ്യം ചെറുതായിട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ല, ഇതിൽ ഈ പാർട്ടി ഒരു CPM പോലൊരു പാർട്ടി അതിൻ്റെ തോൽവി അനലൈസ് ചെയ്യുമ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തേത് പ്രത്യയശാസ്ത്രപരമായ വീഴ്ച. 2, സംഘടനാപരമായ വീഴ്ച. 3, വ്യക്തിപരമായ വീഴ്ച. 4, ഭരണപരമായ വീഴ്ച. ഭരണപരമായ വീഴ്ച മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതെല്ലാ പാർട്ടികളും ഭരിക്കുമ്പോഴും ഭരണപരമായ വീഴ്ച സ്വാഭാവികമാണ്. ഇടയ്ക്കിടെ ബസ് മറിയും, ആക്സിഡൻ്റ് ഉണ്ടാകും, തീർത്തലുണ്ടാകും, കോഴി അപകടമുണ്ടാകും, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ഭരണപരമായ വീഴ്ചയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. രണ്ടാമത്തത് വ്യക്തിപരമായ വീഴ്ചയാണ്. സംഘടനാപരമായ വീഴ്ചയേക്കാൾ CPM ബാധിച്ച് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിപരമായ വീഴ്ചയാണ്. സംഘടന ആഹ്വാനം ചെയ്ത പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട്, സമരം നടന്നിട്ടുണ്ട്, പ്രകടനം നടന്നിട്ടുണ്ട്, കുടുംബശ്രീയുടെ പ്രകടനം നടന്നിട്ടുണ്ട്, നവോത്ഥാന സദസ്സുകൾ നടന്നിട്ടുണ്ട്, വികസനത്തിന് വേണ്ടിയുള്ള
ഇഷ്ടംപോലെ സദസ്സുകൾ നടന്നിട്ടുണ്ട്. സംഘടന ആ രീതിയിൽ പോയെങ്കിൽ പോലും സംഘടന അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തികൾ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തളിപ്പറമ്പിൽ അവർ മാത്രം പോരെ. വിലാസിനെ നിർത്തുമ്പോൾ ആന്തൂർ സാജൻ്റെ മരണം ഇങ്ങനെ പൊങ്ങി വരികയാണ്. PP ദീപ പോരെ. ഓരോ സ്ഥലത്ത് ആലോചിച്ചു. മധുവിൻ്റെ കൊലപാതകം ആലോചിച്ചു. വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണം ആലോചിച്ചു. ഓരോ സംഭവങ്ങളും വ്യക്തിപരമായി ആ നാട്ടുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഫക്റ്റ്. ഇത് കേരളം എത്ര പ്രാവശ്യം കണ്ടു ആര്യ രാജേന്ദ്രൻ ഗർജിക്കുന്നത്. ആരാ ഗർജിക്കുന്നത്? ചെകുവരയുടെ പെങ്ങളാ ഗർജിക്കുന്നത് അവരുടെ ആട്ടുംകൂട്ടി കിടക്കുന്ന പാവം പിടിച്ച ആട്ടുംകുഞ്ഞിനോട് ഗർജിക്കുന്ന പോലെയാണ്. ചെകുവര കൊല്ലാൻ ചെല്ലുന്ന പോലെയാണ് ആര്യ രാജേന്ദ്രൻ്റെ വർഗശത്രുവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ആരെയാ? യദു, ട്രാൻസ്പോർട്ട് KSRTCയിലെ കണ്ടക്ടർ, ഏറ്റവും വലിയ പ്രതിലോമകാരി, ബൂർഷ്വാ സമ്പ്രദായത്തിൻ്റെ ഇതെല്ലാം അട്ടഹസിച്ചുകൊണ്ട് ഈ പെണ്ണുമ്പോൾ അടക്കമാണ്. അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനുണ്ട് പറഞ്ഞ നേതാക്കന്മാർ. അന്ന് പറഞ്ഞോ ഇത് തെറ്റായിപ്പോയിന്ന്? ഇയാൾക്ക് നാക്കുണ്ടായിരുന്നോ? ശിവൻകുട്ടിക്ക് നാക്കുണ്ടായിരുന്നോ? ഒരു പരിധിവരെ ആ കോർപ്പറേഷൻ BJP പിടിക്കാനുള്ള കാരണം ഇത് തന്നെ. കാരണം ഇത് തന്നെ. കോൺഗ്രസ് അല്പം താമസിച്ചു. എല്ലാ സീറ്റൂടെ അതുപോലെ കോൺഗ്രസിന് കിട്ടിപ്പോയത്. കോൺഗ്രസിന്റെ അവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഘടകം തകർന്ന് പോകുന്ന ഘടകമായിരുന്നു. കാരണം ഒരിക്കലും ശിവൻകുട്ടിയോടൊന്നും കുസ്തി പിടിക്കാൻ കപ്പാസിറ്റി ഇല്ലാന്ന് മനസ്സും അടുത്ത് കുറെ കോൺഗ്രസ്സുകാരായി നയിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് അവർക്ക് തന്നെ വിചാരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഒത്തിരി ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ പാർട്ടി നന്നാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ എന്നോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം ഈ വ്യക്തിപരമായി ഇതിന് കാരണക്കാരായിരുന്നവർ അവർ ഏത് പോസ്റ്റിലാണെങ്കിലും അവരെ ആദ്യം തന്നെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുക. വെറും മെമ്പർ മാത്രമാക്കാൻ പറ്റുമെങ്കിൽ ചിലരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞ. പിന്നെ പാർട്ടിക്ക് വേണ്ടി വ്യക്താക്കളായിട്ട് വന്നവരുണ്ട്. സ്വരാജ് ബുദ്ധിജീവിയാണ്. സ്വരാജിൻ്റെ ഓരോ വാചകവും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു 100 വോട്ടെങ്കിലും ഒരു ബൂത്തിൽ കുറയും. 100 വോട്ടെങ്കിലും കുറയും. പാർട്ടിയെക്കുറിച്ചല്ല അയാൾ പറയുന്നത്. അയാൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് പറയുന്നത്. BJP കോൺഗ്രസ് ബന്ധം ഇത് ആര് മൈൻഡ് ചെയ്യുന്നു? ഇലക്ഷനിലെ എല്ലാ പാർട്ടികളും എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നുള്ളത് ഏത് പൊട്ടക്കണ്ണെന്നും അറിയാം. ജയിക്കാൻ വേണ്ടി ആരുമായിട്ടും ബന്ധപ്പെടും. വോട്ട് കിട്ടും. പരസ്യമായിട്ട് ചെയ്യാനത്തിന് മടി കാണും. രഹസ്യമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്ടിയും ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളും ചെയ്യുന്നുണ്ട്. വേണ്ടെന്ന് വയ്ക്കുമോ വോട്ട്? SDP-യുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഉടനെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചു. പിന്നെ അവർക്ക് വോട്ടില്ലേ? അവരുടെ വോട്ടിന് വിലയില്ലേ? അവരുടെ സ്ഥാനാർത്ഥികൾ കുറേ പേര് ജയിച്ചവരുണ്ടായി. അവരങ്ങനെ കൂടിയാലേ ഭരിക്കാൻ പറ്റുള്ളെങ്കിൽ കേരളത്തിൽ ഭരണം വേണമെന്ന് വയ്ക്കും. 2 പാർട്ടികളും തീരുമാനിക്കും. പണ്ട് 65-ൽ അങ്ങനെ തീരുമാനിച്ച നിയമസഭ പിരിച്ചു വിട്ടു. അങ്ങനത്തെ നിലപാട് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുമോ? അപ്പോൾ CPM-ന് പറ്റിയ കുഴപ്പം തിരുത്തലല്ല ഇവിടെ നടക്കുന്നത്. തെറ്റിനെ എങ്ങനെ കവറപ്പ് ചെയ്യാം, അതെങ്ങനെ താഴെ തട്ടിലേക്ക് പാർട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, ഈ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ ചർച്ചകൾ അങ്ങനെയാണ്. പോളിസി ഇനി പ്രത്യയശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നേരെ ഓപ്പോസിറ്റാണ്. PM ശ്രീ പോയി ഒപ്പിട്ടിരിക്കുക. എന്നിട്ട് ഇവിടെ വന്ന് പ്രത്യയശാസ്ത്രം പറയുക, BJP വിരുദ്ധത പറയുക, വല്ല കാര്യമുണ്ടോ? PM ശ്രീ പോയി ഒപ്പിട്ട് എങ്ങനെയാണ്? രാത്രി തേങ്ങ കയറുന്ന കള്ളൻ്റെ കൂട്ടാണ് ശിവൻകുട്ടി ഇടിയപ്പെട്ട് വന്നത് അല്ലേ? ആരും കാണാതെ അത് നോക്കിയിരിക്കാൻ CPI ഇപ്പം ശബ്ദം വയ്ക്കും. എല്ലാ കൊല്ലവും CPI ശബ്ദം ഇപ്രാവശ്യം അവർ മാറാൻ തുടങ്ങി. അല്ല മാറുമൊന്നുമില്ല. അത് മാറണമെങ്കിൽ ഒരു കോൺഗ്രസുമായിട്ട് ധാരണയായിട്ട് എത്തണം. ഇപ്പൊ കോൺഗ്രസിന് ഇപ്പം ആവശ്യമില്ല. അവരെ എവിടെ കൊണ്ട സീറ്റ് കൊടുക്കും? കോൺഗ്രസിന് ജയിക്കാവുന്ന സീറ്റുകൾ അവരിപ്പോൾ ജയിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട സീറ്റൊക്കെ പോയി. ഈ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ട് CPM-നെ നന്നാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെങ്കിലും പിണറായി വിജയൻ തൊട്ട് നമ്മുടെ മുറ്റത്തുള്ള ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി വരെ പാർട്ടിയുടെ ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുക. ടെമ്പററി അഡ്വക്കേറ്റ് വയ്ക്കുക. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്നേ. ഇപ്പം നമ്മൾ രാധാകൃഷ്ണൻ്റെ പേര് പറഞ്ഞു. പക്ഷെ രാധാകൃഷ്ണൻ്റെ പേര് ഇനി നമുക്ക് പറയാൻ പറ്റിയില്ല. ഇനി രവീന്ദ്രനാഥുണ്ട്. കർത്തയുടെ അളിയൻ എന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഒരു ചീത്തപ്പേരും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ CPM-ന് ഒന്നും പറയാനില്ല. പക്ഷെ പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന അങ്ങനെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നാളെ BJP-ആയിട്ട് വിശാലമായി പരസ്യമായ ധാരണ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് വെള്ളാപ്പള്ളി പേരുള്ളവരുടെ കൂട്ടം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും CPM-ന്റെ പുനരുത്ഥാനമല്ല നടക്കാൻ പോകുന്നത്. ഒരു മാന്യമായ ശവസംസ്കാരമായിരിക്കും നടക്കാൻ. പിന്നെ ഇതിൽ CPM കണ്ടുപിടിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാർ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ പാർട്ടി തോൽക്കാല കാരണം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലോട്ട് പോയി എന്നുള്ളതും, മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയെന്നുള്ളതും, തെക്കൻ കേരളത്തിൽ ഈഴവ വോട്ടുകൾ BJP സ്പ്ലിറ്റ് ചെയ്ത് പിടിച്ചു എന്നുള്ള സാധനങ്ങളൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഇത്രയും മണ്ടന്മാർ ഈ ഒരു ആർഗ്യുമെന്റ് CPM പറയുന്നുണ്ടെങ്കിൽ ഇത്രയും മണ്ടന്മാരുടെ ഒരു സംഭവം പറയില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ 2021 ഇവർ ജയിച്ച ഈ വോട്ടൊക്കെ അല്ലായിരുന്നു, ഈ വോട്ടക്കാരായിരുന്നു. 2021 CPM-ന്
ഇത്രയും സീറ്റുകൾ കിട്ടാൻ കിട്ടി വോട്ട് ആരുടെ വോട്ട് ഏത് വോട്ടായിരുന്നു? ഈ വിഭാഗങ്ങളുടെ വോട്ടല്ലേ? അപ്പോൾ ഈ വിഭാഗങ്ങളുടെ വോട്ട് അന്ന് കുഴപ്പമില്ലായിരുന്നു, അന്ന് വർഗീയതയില്ലായിരുന്നു. അന്ന് ആലോചിച്ചാൽ 2021 ഇത്ര സീറ്റ് കിട്ടണമെങ്കിൽ ഈ സെൻട്രൽ ടൗണുകളിൽ ഇത്ര സീറ്റ് കിട്ടി ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാതെയാണ്. മലബാറെ കിട്ടിയത് എങ്ങനെ? തൂത്തുവാരമില്ലായിരുന്നു ഏറെക്കുറെ. ഇത്ര വോട്ട് കിട്ടി ആരുടെ വോട്ടാ? മുസ്ലിങ്ങളുടെ വോട്ടാണ്. അല്ലെങ്കിൽ 99 സീറ്റൊന്നും കിട്ടില്ല. 99 സീറ്റ് കിട്ടി. അപ്പോൾ അന്ന് കിട്ടിയ വോട്ട് തന്നെ ഇപ്പം അത് കോൺഗ്രസിന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയണം. ഞങ്ങൾക്ക് ഇടയ്ക്ക് തന്നാലും അപ്പം ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോയി അവർ കോൺഗ്രസിന് കൊണ്ട് കൊടുത്തു, അത് മോശമായിപ്പോയി എന്ന് പറയണം. അത് സത്യസന്ധമായിട്ട് സമ്മതിക്കണം. ഈ വിഭാഗമാണ് നമ്മളെ ജയിപ്പിച്ചത് എന്ന് പറയണം. അത് പറയാനുള്ള തൻ്റെ ഇടയില്ലാതെ കോൺഗ്രസ് ജയിച്ചപ്പോൾ അത് ആ വോട്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, അത് വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ വസ്തുതകളെ ആ രീതിയിൽ തന്നെ കാണാൻ പറ്റും. റിയാലിറ്റി ആസ് ഇറ്റ് ഈസ്, നോട്ട് ആസ് ഇറ്റ് ഓട്ട് ടു ബി. ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെയാണ്. ആ സത്യം അംഗീകരിച്ചിട്ടാണ് മുമ്പോട്ട്.